ഇതിനെ നമ്മൾ ടാസ്ക് പഠിപ്പിക്കാൻ നമ്മൾ ഇതിനെ വേറൊരു ചെറിയ ആം വെച്ച് ഡ്രൈവ് ചെയ്ത് ടാസ്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് വെച്ച് നമ്മളൊരു AI മോഡൽ ട്രെയിൻ ചെയ്യും. ജസ്റ്റ് ട്രെയിനിങ് പാർട്ടെന്ന് അതെ ഇപ്പം അത് മൂവ് ചെയ്യുന്ന ജസ്റ്റ് ഇത് ഫോളോ ചെയ്യണം. ഇതിനെ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നില്ല. അതിനെ എടുക്കുമ്പോൾ ഇത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാമറയിൽ ഇതിൻ്റെ ഫുൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്യും. മാനുവലി നമ്മളത് ചെയ്യും. എന്നിട്ട് അത് വെച്ച് ഇത് ലേൺ ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പിക്ക് ആൻഡ് പ്ലേസ് ഒക്കെ ഈ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ തന്നെ അപ്പോൾ അതിനെ കുറച്ച് പേര് ഇതും പിന്നെ കാരണം ഇതിൽ നിന്ന് ജനറലൈസ് ചെയ്യണമല്ലോ. കാരണം എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കണം എന്നില്ല ടാസ്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻഡ് ആയിട്ട് ലേൺ ചെയ്യും. അല്ല, അപ്പോൾ ഇതിനുള്ള ഒരു സ്പേസ് നിങ്ങൾക്കുണ്ടോ? ഇത്തരത്തിലുള്ള ഈ പിക്ക് ആൻഡ് പ്ലേസ് അങ്ങനെ ചെയ്ത് നോക്കാം. ഇതോ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം, ഇവിടെ വെച്ച് അങ്ങ് ചെയ്യാം. ഇതുപോലുള്ള സാധനങ്ങളുണ്ട്. ഇതൊന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് ഇത് ഓട്ടോമേറ്റ് ചെയ്ത് കിട്ടിയോ? ഇല്ല, അത് ചെയ്തില്ല. ട്രെയിനിങ് നടക്കുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഡൈനാമിക്സ് എന്നുള്ളൊരു കമ്പനിയുടെ മോട്ടോഴ്സ്, അത് US കമ്പനിയാണ്. ബാക്കി ഇതൊക്കെ നമുക്ക് ലോക്കലി 3D പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ ഈ റോബോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് 3D പ്രിന്റ് ചെയ്തത്. ഈ മോഡൽ അതിൽ നിന്ന് കാണിച്ച് അതിൻ്റെ മെമ്മറിയിൽ പോയതാണ്. ജനറലി അങ്ങനെയാണോ ചെയ്യുന്നത്? ജനറലി ഇന്ന് ശരിക്കും 2 രീതിയിൽ ചെയ്യാവുന്നത്. ഒന്ന് ഇമിറ്റേഷൻ, ഹ്യൂമൻ ഇമിറ്റേഷനിൽ നിന്ന് ലേൺ ചെയ്യാം. രണ്ടാണെങ്കിൽ നമ്മളൊരു പ്യൂർലി സോഫ്റ്റ്വെയർ സിമുലേഷനിൽ നിന്ന് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഒന്നുമില്ല. അപ്പോൾ സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പലതും. ഇത് പക്ഷേ ഹ്യൂമൻ ആണ്, ഇമിറ്റേഷൻ ലേണിംഗ്. മറ്റേതാണെങ്കിൽ ഒരു സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ ഇത് ടാസ്കുകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പിന്നെയും ശ്രമിക്കും. എന്നിട്ട് അതിന് നമ്മൾ റിവാർഡ് കൊടുക്കും സക്സസ്ഫുൾ ആവുന്നതിന്. അതിൽ നിന്ന് ഇതൊരു മോഡൽ ലേൺ ചെയ്യും. അത് പക്ഷേ കുറേ കൂടെ ടൈം കമ്പ്യൂട്ടേഷണലി ഇൻറ്റൻസീവ് ആണ്. പക്ഷേ ഫിസിക്കൽ ഇതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് ഡാറ്റ ധാരാളം ഡാറ്റ അടിച്ച് കയറുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ഡിഫിക്കൽറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ജനറലൈസ് ചെയ്യണം. കാരണം അത് ഫൈനലി ടാസ്ക് ചെയ്യുന്ന ഒരു ടേബിളിൽ എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കും. അപ്പോൾ വഴി നോക്കി പോകണം. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ ആഫ്റ്റർനൂൺ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഫസ്റ്റ് ടൈം വി ആർ ഗെറ്റിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. മിനിസ്റ്റർ ഇവിടെയുണ്ട്, KSM CEO അനുപമ്പയ്ക്കുണ്ട്. സോ ഓൺ ബിഹാഫ് ഓഫ് സോഹോ ഞാൻ ഈ അവസരം ബഹുമാനപ്പെട്ട നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ശരിക്കും മിനിസ്റ്ററിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടിയാണ് അതല്ലേ, നമ്മുടെ സ്വന്തം ജനപ്രതിനിധിയും കൂടിയാണ്. അപ്പോൾ ബേസിക്കലി അവരുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് സോഹോയ്ക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്ററും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഈ ജനപ്രതിനിധിക്കും സോഹോയുടെ പേരിൽ നമ്മുടെ R&D ക്യാമ്പസിലേക്ക് ഹാർദവമായ ഒരു സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമത് അനുപമ്പിക്ക KSM CEO. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇനിഷ്യേറ്റീവ് അതിനെല്ലാ പിന്തുണയും ഇത് പോസിബിൾ ആക്കിയത് നമ്മുടെ ഒരു വലിയ എഫേർട്ട് അനുപമ്പിക്കയുടെയാണ്. സോ ഒരു ഫോർമൽ വെൽക്കം പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, ബിക്കോസ് ഈ ക്യാമ്പസ് എപ്പോഴും ആക്സസിബിൾ ആണ്. ബട്ട് ടു ബി ഫോർമൽ, ഐ വെൽക്കം അനുപമ്പിക ടു അവർ R&D ഫെസിലിറ്റി. Sandeep. Okay, I welcome Sandeep on behalf of Sohu. ശരി, പഠിച്ചത് ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഫ്രം TK കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ ഞാൻ എൻ്റെ BTech കഴിഞ്ഞിട്ട് ഞാൻ KML ഒരു 6 മാസം അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്തു. ഒരു പ്രൊജക്റ്റിൻ്റെ ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വന്നു. എന്നിട്ടാണ് ഇവിടെ കയറിയത്. സൽമാൻ്റെ പോലെ എനിക്കിവിടെ ഒന്നും കോഡിങ്ങൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടാസ്കുകളുണ്ടായിരുന്നു. നമ്മുടെ ടാസ്ക് ലിസ്റ്റ് ഉണ്ട്, നമ്മളത് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. സ്റ്റേജിലേക്ക് നമ്മുടെ സോഹോയുടെ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എത്തിയത് ഇങ്ങനെ എത്തുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ സോഹോയുടെ ഈ വില്ലേജ് ലെവലിൽ അവർ ലോക്കലൈസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന്
തെങ്കാശിയിലെ അവരുടെ ക്യാമ്പസിൽ പോയത്. ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അനൂപ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് നമ്മുടെ ഇപ്പോൾ കോട്ടയം പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പളാണ് സന്ദീപ്, മറ്റ് കുറേ ആളുകൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. എന്നാലും അതൊരു പബ്ലിക് ഒരു മീഡിയ അങ്ങനെയല്ല, ഒരു കാണാനും പഠിക്കാനും പോയി. അവിടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ലോക്കലായിട്ടുള്ള കുട്ടികൾ, അവിടുന്ന് തന്നെ +2 ലെവലിൽ തന്നെ വരുന്ന കുട്ടികൾ അവിടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 1000-ഓളം പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു. നമുക്ക് അതിനു മുമ്പ് ശ്രീ റംബുവിനെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് 1-2 മീറ്റിങ്ങുകളിൽ കണ്ടിട്ടുണ്ട്. അത് ഒന്ന് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോക്കലായിട്ടുള്ള ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ കൊട്ടാരക്കര. കാരണം തെങ്കാശിയിൽ നിന്ന് ഇങ്ങോട്ട് 1 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. നല്ല 1-1/2 റോഡാണ്. 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. നല്ല 1.5 റോഡാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് അവരുപയോഗിക്കുന്നത് സാധാരണ തിരുവനന്തപുരം എയർപോർട്ടാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് ഇതിലേ കൂടെ പോവാം, വന്ന് നോക്കാൻ അങ്ങനെ ക്ഷണിച്ചിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വെറുതെ പറഞ്ഞതല്ല. നമുക്ക് ഈ ചുറ്റുപാട്, ഇപ്പോൾ കൊല്ലം ജില്ലയുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം ആളുകളുള്ള സ്ഥലമാണ്. അങ്ങനെ അവർ വന്നു. ആദ്യത്തെ തവണ വന്നു, 1-2 തവണ വന്നു. അപ്പോൾ നമ്മൾ എവിടെ ഒരു ലോക്കലായിട്ടുള്ള സൗകര്യം കൊടുക്കും? ആദ്യമേ വലിയ സൗകര്യത്തിലല്ലല്ലോ വരിക. ഒരു R&D സെൻ്ററൊക്കെയാണ് അവർ ആലോചിച്ച്. അങ്ങനെ ഞങ്ങൾ IHRD കോളേജിൻ്റെ ക്യാമ്പസ് ഉണ്ട്. വേറെ അങ്ങനെ ഒരു സ്ഥലം എടുക്കാനില്ല. പല സ്ഥലങ്ങൾ നോക്കി. IHRD ക്യാമ്പസ് വരുമ്പോൾ ഇതൊരു വളരെ അങ്ങനെ ഉപയോഗിക്കാത്ത ഇതിനാവശ്യത്തിന് അപ്പോൾ ഉപയോഗത്തിലില്ല. ഇതൊരു വലിയ ലാബായിരുന്നു. വാസ്തവത്തിൽ അവരുടെ വർക്ക്ഷോപ്പായിരുന്നു, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് മറ്റുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അവരുടെ ഡയറക്ടർ പ്രിൻസിപ്പൾ അധ്യാപകരായിട്ട് സംസാരിച്ചിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം ആലോചിച്ചു. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന് ഇങ്ങനൊരു കാര്യം, ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമല്ല. തുറന്നു പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്തു വരുന്ന ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന് കുറച്ച് ഫ്രീഡം അക്കാര്യത്തിലുണ്ട്. അപ്പം നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ കൂടി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അസാപ്പിൻ്റെ ക്യാമ്പസിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്ന കയറുന്നു. അസാപ്പിൽ നമ്മൾ എൻറോൾഡ് ഏജൻസ്, അക്കൗണ്ടിങ് ഏജൻസ്, US മറ്റുള്ള അക്കൗണ്ടിങ് ഇവിടുന്ന് ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളുകളെ വേണം എന്നൊരാവശ്യം പറഞ്ഞ് ഞങ്ങളൊരു ട്രെയിനിങ് കൊടുത്തു അസാപ്പുമായിട്ട് ചേർന്ന്. അതിനകത്തും ഞാൻ കുറച്ച് അതിൻ്റെ ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഇവിടെ ഈ പറഞ്ഞ കോഡിംഗ് ഒന്നും എൻ്റെ സബ്ജക്റ്റില്ല, പക്ഷേ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായി. കുറേ കുട്ടികളെ വിളിച്ചു. അത് കോവിഡ് സമയത്താണ്. ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ചേർന്ന് പിന്നെ കോഴ്സ് കൊടുത്തു. അവിടെ ഒരു അമേരിക്കൻ കമ്പനിയാണ്, GR8, ഫ്രാങ്കാണ് അദ്ദേഹം വന്നിരുന്നു, US സിറ്റിസണാണ്. അവരൊരു കാര്യം ചെയ്തു. അന്നും സ്റ്റാർട്ടപ്പ് മിഷനും അക്കാര്യത്തിനകത്ത് കുറേ കാര്യം ചെയ്ത് അസാപ്പുമായിട്ട് ചേർന്നു. അപ്പോൾ അസാപ്പ് ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ അവരുടെ എഞ്ചിനീയറിംഗ് വെക്ക് ഊരാളുങ്കലിനെ ഞങ്ങൾ ഏൽപ്പിച്ചു. ഊരാളുങ്കൽ വളരെ പെട്ടെന്ന് ഇത് ചെയ്തു. അപ്പോൾ ഇത് പഴയ അങ്ങനെ ഉപയോഗിക്കാതെ കിടന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെയാണല്ലോ നമ്മുടെ IT. അദ്ദേഹം അതിനു മുമ്പ് നേരത്തെ തന്നെ ശ്രീ ശ്രീധർ ബാബുവും അതുപോലെ ടോണി ജയരാജ് ഇവരെല്ലാം കൂടി CM-നെ ഒന്ന് കാണാനായിട്ട് വന്നിരുന്നു. ഞങ്ങൾ CM-ഉമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയ ടീമിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചും ശ്രീ ടോണിയൊക്കെ കണ്ടു. അവിടെ വെച്ചൊരു ഡിസ്കഷൻ നടത്തി. നമ്മുടെ ഇവിടുത്തെ സാധ്യതകൾ അവിടെ ഈ പറഞ്ഞ അക്കൗണ്ടിങ് ഫേമിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ പുറത്തൊക്കെ പോയി അവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവരുടെ പിറകെ ഇത്തരം നമുക്ക് താല്പര്യമുണ്ടെന്ന് അവർക്കും തോന്നിക്കാണും. ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് തോന്നലുണ്ടാവും. കാരണം ഇത്തരം കാര്യങ്ങളോട് വരണം എന്നുള്ള താല്പര്യം. ഞാൻ പറഞ്ഞു തെങ്കാശി പോയി, അത് ഇവിടെ മീറ്റിംഗ് ഉണ്ടായി. US മീറ്റിങ്ങിനകത്ത് ഇവിടുത്തെ സാധ്യതകളെ പറ്റി പറഞ്ഞു. ഇവിടെ വന്നു. അങ്ങനെ അവരുടെ ടീം, ഇതിൻ്റെ ഫൗണ്ടേഴ്സാണ് ശ്രീ ശ്രീധർ ബാബു, ടോണി തുടങ്ങിയവർ. ഇവിടെയൊക്കെ ഇവരെല്ലാം കിട്ടിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയരാജും മഹേഷും ഇവിടേക്ക് വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ. അങ്ങനെ നമ്മൾ ഇത് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം മുഖ്യമന്ത്രി ഇങ്ങനൊരു വാസ്തവത്തിൽ അതൊരു വലിയ ടെക്നോ പാർക്കിൽ 1 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഈ ഇൻഫോ പാർക്കിലുണ്ട്. അപ്പം ഇവിടെ അന്ന് 50 പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മറ്റ് സ്റ്റേറ്റുകളുടെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അത് സാധാരണ അങ്ങനെ വരുന്നതല്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഇത്തരം റൂറൽ ഇൻഫ്രാസ്ട്രക്ചറും റൂറൽ എക്കണോമിയും ഡെവലപ്മെൻറ്റ്, നോളജ് എക്കണോമിയും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇതിന് വഹിക്കാൻ പറ്റും, ഇത്തരം സ്ഥാപനങ്ങൾക്ക് വഹിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് CM തന്നെ ഇവിടെ വന്നു, ഇത് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും അതിനുശേഷം ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു. അവർ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവരുടെ ഏറ്റവും ഉയർന്ന ലീഡർഷിപ്പെല്ലാം വന്നിരുന്നു, ചില ചർച്ചകളുണ്ടായിരുന്നു. രണ്ടാമത്തെ ബാച്ചിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ച പുത്തൂരുകാരൊക്കെ രണ്ടാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ച് വന്നു, രണ്ടാമത്തെ ബാച്ച് വന്നു. കൂടുതൽ
കോൺഫിഡൻസ് മാനേജ്മെൻറ്റിന് തോന്നുന്നുണ്ട് ഇത് സംബന്ധിച്ച്. ഇപ്പം റോബോട്ടിക്സിൻ്റെ മേഖലയിലും മറ്റുമുള്ള പല കമ്പനികളുമായിട്ട് അവർ ഡിസ്കഷൻ നടത്തുന്നുണ്ടെന്നുള്ള വിവരം എനിക്കുണ്ട്. അതിൻ്റെ മൊത്തം ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവർക്കാണ് അറിയുന്നത്. നമ്മുടെ ഈ മേഖലയുടെയും ഇതുപോലുള്ള 2 ടയർ സിറ്റീസിൻ്റെയും കേരളത്തിൻ്റെ പൊതുവെ ഉള്ള നോളജ് എക്കോണമി ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് സോഹോയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും പിന്നെ പുതുതായിട്ട് കടന്നു വരുന്നവരെയും മാത്രമല്ല കേരളത്തിനാകെ ഒരു മാതൃകയാണ് ഈ കൊട്ടാരക്കര മോഡൽ. നിയമസഭയിലൊക്കെ അക്കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കൊട്ടാരക്കര മോഡൽ, സോഹോയുടെ കൊട്ടാരക്കരയിലെ സ്ഥാപനം കൊട്ടാരക്കര മോഡൽ എന്നൊരു ഉപയോഗം തന്നെ, ഇങ്ങനൊരു ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽ നിലയിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാറ് തന്നെ പറഞ്ഞു, 1 വർഷം പോലും തികഞ്ഞിട്ടില്ല നമ്മളിവിടെ വന്നിട്ട്. 1 വർഷത്തിനകത്ത് നമുക്ക് സ്വന്തമായ ഒരു ഓഫീസ് എന്ന് പറയുന്നത് സാധാരണ, അത് പ്രത്യേകിച്ച് ഇതുപോലൊരു റൂറൽ ഏരിയയിൽ, അതും അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ഒക്കെ തന്നെയാണ്. ഇവിടെ റോബോട്ടിക്സ് ആണ് ഇപ്പോൾ കുറച്ച് വർക്ക് ചെയ്യുന്നത്. ഡ്രോൺ ഒരു പാർക്ക്, ഡ്രോണിൻ്റെ റിസർച്ച് സംബന്ധിച്ചൊരു പാർക്ക് കൊട്ടാരക്കരയിൽ അനുവദിച്ചിട്ടുണ്ട്. ഡ്രോൺ പാർക്ക് അത് ഓൾറെഡി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്, അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് IIT-ആയിട്ടൊക്കെ ചേർന്നിട്ടാണ്. അപ്പം പല തരത്തിലുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു വർഷത്തിനകം അതൊരു നല്ലത് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്കൊരു സെക്കൻഡ് ടയറിൽ നല്ലൊരു R&D ഹബ്ബ് കൂടി ആക്കാനും ഇതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്നുള്ള തരത്തിലേക്കുള്ള സാധ്യതകളുണ്ട്.